ഡൽഹി മദ്യനയ അഴിമതിക്കേസിൽ മുഖ്യസൂത്രധാരൻ അരവിന്ദ് കെജ്രിവാളെന്ന് ഇ ഡി. കെജ്രിവാളിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഇ ഡി കോടതിയിൽ ഉന്നയിച്ചത്. കെജ്രിവാൾ അന്വേഷണത്തോട് സഹകരിച്ചില്ലെന്നും തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചതായും ഇ ഡി കോടതിയെ അറിയിച്ചു. അഴിമതി നടത്താൻ കെജ്രിവാളും BRS നേതാവ് കെ കവിതയും ഒരുമിച്ച് പ്രവർത്തിച്ചു. കൂടുതൽ ചോദ്യം ചെയ്യലിനായി കെജ്രിവാളിനെ 10 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ ആവശ്യപ്പെട്ടു. അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും ഇ ഡിയുടെ നടപടി പകപോക്കലാണെന്നും കെജ്രിവാൾ കോടതിയിൽ വാദിച്ചു. ആർ അച്യുതൻ, ബൽറാം നെടുങ്ങാടി എന്നിവർ ചേർന്നു ഡൽഹിയിൽ നിന്നും. ആദ്യം അച്യുതനിലേക്ക്. അച്യുതൻ, 3 മണിക്കൂറോളമാകുന്നു ഇപ്പോൾ നടപടികൾ കോടതിയിൽ തുടരുകയാണ്. അതിശക്തമായ വാദങ്ങളാണ് കോടതിയിൽ ഇ ഡി ഉന്നയിച്ചത്. 600 കോടിയുടെ അഴിമതിയാണ് നടന്നത്. അതിന്റെ കിങ് പിൻ അരവിന്ദ് കെജ്രിവാളാണ് എന്ന തരത്തിലുള്ള അതിശക്തമായ വാദങ്ങൾ, ആരോപണങ്ങൾ ഇ ഡി കോടതിയിൽ ഉന്നയിക്കുന്നു. ഇതിനെ കെജ്രിവാൾ ഏത് വിധമാണ് ഖണ്ഡിച്ചത്? ഇപ്പോൾ കോടതിയിൽ ഏത് വിധമുള്ള നടപടികളാണ് തുടരുന്നത്? അച്യുതൻ. തീർച്ചയായിട്ടും ഈ വാദപ്രതിവാദങ്ങൾ ഏതാണ്ട് 3 മണിക്കൂറിലേക്ക് കടക്കുകയാണ്. 2:15 കൂടിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ ആരംഭിക്കുന്നത്. പ്രധാനമായും അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഇ ഡിക്ക് വേണ്ടി ഹാജരായ ASC അറിയിച്ചത് ഈ കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ മദ്യനയം രൂപീകരിക്കുന്നതിൽ അരവിന്ദ് കെജ്രിവാളിന് നേരിട്ട് പങ്കുണ്ട്. കുറ്റകൃത്യങ്ങളുടെ വരുമാനം കൈകാര്യം ചെയ്യുന്നതിലും അത് ഈ തെരഞ്ഞെടുപ്പിൽ അടക്കം ഗോവ തെരഞ്ഞെടുപ്പിൽ അത് ഉപയോഗിക്കുന്നതിനുമെല്ലാം തന്നെ അദ്ദേഹം പങ്കാളിയായിരുന്നു എന്നുള്ളതാണ് ഉന്നയിച്ചത്. കേജ്രിവാളിന് ഒപ്പം തന്നെ ഈ വിജയ് നായർ, ഈ കേസുമായി ബന്ധമുള്ള വിജയ് നായർ, അദ്ദേഹം താമസിച്ചിരുന്നത് കേജ്രിവാളിന്റെ വസതിയോട് ചേർന്നായിരുന്നു. അതായത് കൈലേഷ് ഗെഹ്ലോട്ടിന് നൽകിയിരുന്ന വസതിയിലായിരുന്നു വിജയ് നായർ താമസിച്ചിരുന്നത് എന്നതടക്കമുള്ള ആരോപണങ്ങൾ AST ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിന് പ്രത്യുപകാരമായി സൗത്ത് ഗ്രൂപ്പിൽ വലിയ രീതിയിലുള്ള പണം ലഭിച്ചു. ഇത് 45 കോടി രൂപ ഹവാല വഴി ഗോവയിലേക്ക് തന്നെ മാറ്റിയെന്നുള്ള ഒരു ആരോപണം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്നാൽ ഈ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ കേജ്രിവാളിന് വേണ്ടി ഹാജരായ അഭിഷേക് സിംഗ്വിയെ ഉന്നയിച്ചത് ഈ കേസ് തന്നെ നിയമവിരുദ്ധമാണ്. ഇ ഡിയുടെ നടപടി നിയമവിരുദ്ധമാണ്. ഇവർ അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇ ഡി മുന്നോട്ട് വയ്ക്കും പോലെ തെളിവുകളൊന്നും ഇതിലില്ല എന്നുള്ളതാണ്. ഒരു ആരാചാര പോലെയാണ് ഇ ഡി ചില സമയങ്ങളിൽ പ്രവർത്തിക്കുന്നതെന്നുകൂടി അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ഹാജരായ വിക്രം ചൌധരിയും പറയുന്നുണ്ട്. എന്തായാലും ശക്തമായ വാദപ്രതിവാദമാണ് കോടതി മുറിയിൽ ഉണ്ടായത്. കാരണം ഒരു പക്ഷത്ത് ഇ ഡിക്ക് വേണ്ടി ASC വാദിക്കുമ്പോൾ മറുവശത്ത് കൃത്യമായ പ്രതിരോധം തീർക്കുവാനാണ് ശ്രമിക്കുന്നത്. കാരണം ഡൽഹി മുഖ്യമന്ത്രിയെയാണ് ഇ ഡി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഇപ്പോൾ പ്രതിരോധിക്കുവാനുള്ള ശ്രമം നടക്കുന്നത്. വിചാരണ കോടതികൾ റബ്ബർ സ്റ്റാമ്പായി പ്രവർത്തിക്കുവാൻ പാടില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട ഇതുവരെ മൊഴി രേഖപ്പെടുത്തിയവരിൽ 80% പേരും കേജ്രിവാളിന്റെ പേര് പോലും പറഞ്ഞിട്ടില്ല എന്നുകൂടി കേജ്രിവാളിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ വാദിക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ കോടതിയുടെ അന്തിമ ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതിനിടയിലാണ് ഈ റിമാൻഡ് തടയുന്നത് വേണ്ടിയിട്ടുള്ള പ്രത്യേക അപേക്ഷ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കാരണം ഈ കേസ് ഇത് പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ASCയുടെ വാദം പരിശോധിച്ചു വരുമ്പോൾ ഈ CDR തെളിവുകൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതിൽ ഈ ഫോൺ കോളുകൾ പരിശോധിച്ചാൽ അരവിന്ദ് കെജ്രിവാളിന് പങ്കുള്ളതായുള്ള സൂചനകൾ വ്യക്തമാകുന്നു എന്ന് പറയുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു തെളിവും ഇതുവരെയും ഒരിടവും സമർത്ഥിച്ചിട്ടില്ല എന്നതാണ് കേജ്രിവാളിന്റെ അഭിഭാഷകർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ വീണ്ടും ASC ആവർത്തിക്കുന്നുണ്ട്, നിരവധി ഫോണുകൾ ഇതുമായി ബന്ധപ്പെട്ട നശിപ്പിച്ചിട്ടുണ്ട് എന്നുകൂടി പറയുന്നുണ്ട്. എന്തായാലും അല്പസമയം കഴിയുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട അന്തിമ ഇടപെടൽ, കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ശരി അച്യുതൻ, തെളിവുകൾ അടക്കമുണ്ട് എന്ന് ഇ ഡി അറിയിക്കുന്ന സാഹചര്യത്തിൽ അത്തരം തെളിവുകൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാകും കോടതിയിൽ നിന്നും ഒരു തീരുമാനം വരിക. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ആ ഒരു തീരുമാനം, കോടതിയുടെ തീരുമാനം എന്താകും എന്ന ഒരു ആകാംക്ഷയിലാണ് രാജ്യം ഒന്നാകെ ഇപ്പോൾ കാത്തിരിക്കുന്നത്. അതോടൊപ്പം കോടതിക്ക് പുറത്തും സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. പോലീസും CRPFും അടക്കം അവിടെ സുരക്ഷാ വലയം നിർമ്മിച്ചിരിക്കുകയാണ്. രാവിലെയൊക്കെ വലിയ രീതിയിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. രാജ്യവ്യാപകമായി രാജ്യ തലസ്ഥാനം വലിയ രീതിയിൽ ഒരു പ്രതിഷേധത്തിന് സാഹചര്യം ഉണ്ടായതും നമ്മൾ കണ്ടതാണ്. ബൽറാം നെടുങ്ങാടി കൂടി ചേരുകയാണ്. ബൽറാം, ഈ കോടതിക്ക് പുറത്തുള്ള സുരക്ഷ അത് എത്രത്തോളം ശക്തമാണ്? അതോടൊപ്പം രാവിലെയൊക്കെ വലിയ രീതിയിലുള്ള ഇന്നലെ മുതൽ നമ്മൾ കാണുന്നതാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം. അത് ഇപ്പോൾ ഏതു വിധമാണ്? പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ ആപ്പിന്റെ തീരുമാനം? ബൽറാം.
തീർച്ചയായും പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം എന്നുള്ളത്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ഏറ്റവും പരമപ്രധാനമായ നേതാവാണ് അറസ്റ്റിലായിരിക്കുന്നത്. പാർട്ടിയുടെ മുഖം, പാർട്ടിയുടെ മുദ്രാവാക്യം എല്ലാം അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ്. പാർട്ടിയുടെ ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ, അദ്ദേഹമാണ് ഒരു അഴിമതി കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് ഉണ്ടാകാൻ ഇടയുള്ള ഏറ്റവും വലിയ ആഘാതമാണ് നേരിട്ടിരിക്കുന്നത്. ഇത് ഒരു രാഷ്ട്രീയമായി നേരിടാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് ആം ആദ്മി പാർട്ടി. കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷത്തോളമായി കഴിഞ്ഞ വർഷം ഈ കാലത്താണ് ഏതാണ്ട് അന്ന് ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ അറസ്റ്റിലാകുന്നത്. ആ ഘട്ടത്തിൽ തന്നെ കെജ്രിവാളിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന ഉറപ്പ് ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരുന്നു. തുടർന്നാണ് മുതിർന്ന നേതാക്കൾ തന്നെ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കമെന്നും കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശമനുസരിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോകുന്നത് എന്നുമുള്ള വിമർശനങ്ങൾ, ആരോപണങ്ങൾ എന്നിവ ഉന്നയിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായി കൃത്യമായി ആസൂത്രിതമായി തന്നെയാണ് ആം ആദ്മി പാർട്ടി ഈ ഒരു സാഹചര്യത്തെ നേരിടുന്നത്. ഇത് അടിയന്തരമായി ഇന്നലെ വൈകിട്ട് ഈ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെങ്കിൽ പോലും ഉടൻ തന്നെ ഒരു അറസ്റ്റിലേക്ക് പോകുമെന്ന് വ്യക്തമായിരുന്നു. ശക്തമായ സുരക്ഷ ഡൽഹി പോലീസ് ഈ കോടതി പരിസരത്ത് ഒരുക്കിയിരിക്കുന്നു. 100 കണക്കിന് കേന്ദ്രസേനാംഗങ്ങളെയും ഡൽഹി പോലീസ് നിന്നുള്ള ഉദ്യോഗസ്ഥരെയുമാണ് ഈ കോടതിക്ക് പുറത്ത് സുരക്ഷ ഒരുക്കാനായി നിയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കെജ്രിവാളിന്റെ വസതിക്ക് പുറത്ത് ആം ആദ്മി പാർട്ടി കോടതിയിൽ വാദപ്രതിവാദങ്ങൾ തുടരുമ്പോൾ കോടതിക്ക് പുറത്ത് വളരെ വലിയ ഒരു സുരക്ഷാ സന്നാഹമാണ് ഒരുക്കിയിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. തെരഞ്ഞെടുപ്പ് മുന്നോടിയായി കേന്ദ്ര സർക്കാർ പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നുവെന്ന് ആരോപിച്ച് ഇന്ത്യ മുന്നണി നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. തെരഞ്ഞെടുപ്പ് സുതാര്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് കമ്മീഷനെ സമീപിച്ചത്. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. നിതിൻ, എതിർക്കുന്ന ശബ്ദങ്ങളെയൊക്കെ ED ഉപയോഗിച്ച് കേന്ദ്രം വേട്ടയാടുകയാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വളരെ ശക്തമായി ഉയരുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് കൂടി വന്നിരിക്കുന്ന ഒരു സാഹചര്യം. ഇന്ത്യ മുന്നണി അത് ഏത് രീതിയിൽ അവർ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ഇവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ? ശ്രീലക്ഷ്മി, ജനാധിപത്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമായി തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള അറസ്റ്റ് നടപടിയെ കാണുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ ഒരുങ്ങുന്നത്. സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള സംഘം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും. ഇതിൽ പ്രധാനമായും ഉന്നയിക്കുന്ന കാര്യം കഴിഞ്ഞ ദിവസമുണ്ടായ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ്, അതോടൊപ്പം തന്നെ മറ്റ് പ്രതിപക്ഷ നേതാക്കൾക്ക് നേരെയും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുന്നു. അതിൽ എടുത്തു പറയേണ്ട ഒരു മറ്റൊരു കാര്യം, ഭൂപേഷ് ബാഗൽ, ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലും ഇപ്പോൾ ED കുരുക്കിലാണ്. ഏതാണ്ട് 6000 കോടി രൂപയുടെ അഴിമതി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഭൂപേഷ് ബാഗലിനെ ED കഴിഞ്ഞ ദിവസം പ്രതിയാക്കിയിരുന്നു. ഇതടക്കമുള്ള സാഹചര്യം മുൻനിർത്തിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ ഇന്ത്യ സഖ്യം തയ്യാറായിരിക്കുന്നത്. ഇതിൽ സുതാര്യമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. നിഷ്പക്ഷമായ രീതിയിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പരാതികളെ സമീപിക്കണമെന്നും ഇന്ത്യ സഖ്യം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമീപിച്ചുകൊണ്ട് ആവശ്യപ്പെടുന്നുണ്ട്. ശരി നിധിൻ, ജനാധിപത്യത്തെ കേന്ദ്രം കശാപ്പ് ചെയ്യുകയാണ്. കേന്ദ്ര സർക്കാർ പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നു എന്നാരോപിച്ചാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത്.